ഞാൻ അമ്മയെന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയത്. അപ്പോൾ ഈ ഒച്ച കേട്ടപ്പോൾ ആന ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോയി. പിന്നെ ഇപ്പോൾ 2:30 വരെ ഇവിടെ പറമ്പ് തന്നെ ഉണ്ടായിരുന്നു. താഴെ ഇറങ്ങിയിട്ട് ഇതൊക്കെ ഇന്നലെ വീണിട്ടാണ്. ഇതിവിടെയും സോളറിന്റെ ഇവിടെയും പോയിട്ടുണ്ട്. തൊലിങ്ങനെ ഓട് വീണത്. അത് ഓട് പൊട്ടി വീണ ഓട് മുകളിൽ നിന്ന് പൊട്ടി വീണ. പിന്നെ വാതിലിന്റെ അടുത്തുണ്ടായിരുന്നു. അമ്മ പോയിട്ട് എടുക്കാട് ഈ വീട്ടിൽ രണ്ടുപേരും വയ്യാത്ത ആൾക്കാരാട്ടോ. അതിന് മുമ്പ് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ വരവുണ്ട്, അതിന് കണക്കൊക്കെ എടുത്ത് പോകാറുണ്ട്. പക്ഷെ ഞാൻ നഷ്ടപരിഹാരത്തിനൊന്നും കൊടുക്കാറില്ല. കാരണം കൊടുത്താൽ നഷ്ടപ്പെട്ടു എന്താ കിട്ടുന്നുമില്ലല്ലേ? പലർക്കും കിട്ടുന്നില്ല. 5-6 വർഷം. ഇപ്പം എൻ്റെ കൊല്ലം ഏകദേശം ഒരു 100ഓളം കാപ്പി, ഒരു 40 കവുങ്ങ്. പിന്നെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ പറ്റൂല. വേഗം പേടിച്ചു പോയി. ഇതായിട്ടേ ഇത് മൊത്തം പൊട്ടിയായിരുന്നു. ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഇവിടം വരെ പൊട്ടി പോയതാണ്. ഞങ്ങളെ വോട്ട് സർക്കാരും ഗവൺമെൻറ്റിനും ഒക്കെ വേണം, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണം, ഞങ്ങളുടെ നികുതി പണം സർക്കാരിന് വേണം. പക്ഷേ ഇവിടുത്തെ കൃഷിക്കാരുടെ ജീവന സ്വത്തിന് യാതൊരു വിലയുമില്ല. കൃഷി നശിപ്പിക്കുന്ന രീതിക്ക് അല്ലാണ്ട് വീട്ടിലേക്ക് വീണുന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വരുന്നവർ പറയേണ്ടതാണ്, റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. പിന്നെ കാല് അവിടെ പോയി ഇടിച്ചിട്ട് കണ്ടമാനം ബ്ലഡൊക്കെ പോയി, അകത്തു കൂടെ ഒക്കെ ബ്ലഡൊക്കെ പോയി. ഇന്നലെ കാല് വയ്യാത്താണ്. അത് കഴിഞ്ഞൊരു എൻ്റെ അനക്കം കേട്ടപ്പോൾ ഞാൻ പുറകുവശത്തെ വാല് പോയി തുറന്നാണ്. അപ്പോൾ ഒരു കവുങ്ങ് ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് നമ്മൾ വിറക് ബാത്റൂമിൻ്റെയും വീടിൻ്റെ മുകളിൽ കയറി ഓടൊക്കെ കുറെ പൊട്ടി. അപ്പം അന്നേരം ഓട് പൊട്ടി വീണപ്പോൾ എൻ്റെ ഇവിടുത്തെ ലേശം തൊലിയും പോയിട്ടുണ്ട്. ഒരു ദിവസം പോലും വടക്കനാട് ആന ഇറങ്ങാത്ത ഒരു ദിവസം ഇല്ല. അത് ഓരോ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ ലക്ഷങ്ങളിലെ നഷ്ടങ്ങളാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വടക്കനാട് പള്ളിവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. വടക്കനാട് പ്രദേശത്തെ ഒത്തിരി എപ്പിസോഡുകൾ നമ്മൾ ഈ ചാനലിൽ കൂടെ കാണിച്ചിട്ടുണ്ട്. വടക്കനാട് എന്ന് പറയുന്നത് വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ഒരു പ്രദേശത്തിന് 4 സൈഡും ഫോറസ്റ്റ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലത്തെ ഒരു പ്രദേശമാണ്. എന്നാൽ ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ താമസിക്കുന്നു. ഒത്തിരി ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്, ഒരു വലിയ പ്രദേശം തന്നെയാണ്. വന്യമൃഗശല്യത്തിന് ഒരു കുറവുമില്ലാത്തൊരു സ്ഥലമാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ആൾക്കാർ ഈ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഒരു 3-4 വർഷമൊക്കെ ആയിട്ട് അതിരൂക്ഷമായിട്ട് ഇത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാരുടെ കൃഷിയും കാര്യങ്ങളുമൊക്കെ ആനയും മറ്റ് ജീവികളൊക്കെ നശിപ്പിക്കുന്നുണ്ട്. ആൾക്കാർക്ക് ജീവഹാനി വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒത്തിരി പ്രശ്നം നേരിടുന്ന ഒരു പ്രദേശമാണ്. ഇന്നും നമ്മൾ അതുപോലത്തെ ഒരു വിഷയമായിട്ടാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വരുന്നത്. വടക്കനാട് പള്ളിവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഒരാളുടെ വീടിൻ്റെ സമീപത്ത്, വീടിനോട് ചേർന്നുള്ള പ്രദേശത്തൊക്കെ ആന വരികയും ആന കൃഷികൾ നശിപ്പിച്ചു, അതുപോലെ തന്നെ കവുങ്ങൊക്കെ ഒടിച്ച് വീട്ടിലോട്ട് മറിച്ചിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ഫോറസ്റ്റുകാർ വന്ന് അത് ക്ലിയർ ചെയ്യുന്നുണ്ടെന്നാണ് എന്നെ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ആ ഒരു പ്രദേശത്താണുള്ളത്. നമുക്കിപ്പോൾ ഏതായാലും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവരോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, മുഴുവൻ കൃഷിത്തോട്ടങ്ങൾ തന്നെയാണ് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ കൃഷികൾ നമുക്ക് കാണാം. കൂടുതൽ ഇവിടെ കാപ്പിയാണ് കൃഷി ചെയ്യുന്നത്, അതുപോലെ തന്നെ കുരുമുളക്. ഇപ്പോൾ ചക്കയൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും കളഞ്ഞു. ഇപ്പോൾ പ്ലാവൊന്നും അങ്ങനെ കാണാനില്ല. വടക്കനാട് ഭാഗത്തെ ഇതിന് മുന്നേ നമ്മൾ ഒത്തിരി എപ്പിസോഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഗേറ്റ് തകർക്കുന്നതും ഇഷ്ടംപോലെ തെങ്ങുകൾ കളയുന്നതും അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ വരുന്ന വഴിക്ക് ഇവരുടെ വീട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞത് ആന കയറിയ വീടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയുക, ഞാൻ വഴി ചോദിച്ച ആൾ പറയാം, ഇവിടെ എന്നും ആന വരുന്നുണ്ട്. ഏത് വീട്ടിലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ദിവസവും ആന വരുന്നതുകൊണ്ട് നമുക്കങ്ങനെ ഇന്ന വീടാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയായിരുന്നാണ് പറയുന്നത്. നമുക്ക് ഏതായാലും ആ ഒരു വീട്ടിലേക്ക് തന്നെ പോവാം. ഈ കാണുന്ന വീട്ടിലാണ് ഈ സംഭവം നടന്നത്. നമ്മളിപ്പോൾ ആ ചേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് രവീന്ദ്രൻ. ചേട്ടാ, ഇന്നലെ രാത്രി എത്ര മണിക്കാണ് സംഭവം? 12:45. എന്താ ശരിക്കും സംഭവം നടന്നേ? ഞാൻ 12:45 ആയി കഴിഞ്ഞപ്പോൾ അമ്മ ഒരു പക്ഷെ വയ്യാതെ തളർന്ന് കിടക്കുകയാണ്. അപ്പം അമ്മേനെ മൂത്രമൊക്കെ ഒഴിപ്പിച്ചുകൊണ്ട് വെല്ലം ചെയ്തു കൊടുക്കണം. അത് കഴിഞ്ഞൊരു എൻ്റെ അനക്കം കേട്ടപ്പോൾ ഞാൻ പുറകുവശത്തെ വാല് പോയി തുറന്നാണ്. അപ്പോൾ ഒരു കവുങ്ങ് ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് നമ്മൾ വിറക് ബാത്റൂമിൻ്റെയും വീടിൻ്റെ മുകളിൽ കയറി ഓടൊക്കെ കുറെ പൊട്ടി. അപ്പം അന്നേരം ഓട് പൊട്ടി വീണപ്പോൾ എൻ്റെ ഇവിടുത്തെ ലേശം തൊലിയും പോയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ കൈക്ക് നല്ല വേദന ഇപ്പോൾ ഓട് വീണേ. പിന്നെ അത് കഴിഞ്ഞ് താഴെ അത് പോയിട്ട്
ഇപ്പം ഈ കവുങ്ങ് ഒടിച്ചിട്ട് അപ്പോൾ ചേട്ടൻ അങ്ങനെ പുറവശത്തായിരുന്നോ? ഞാൻ തുറക്കുകയായിരുന്നു, നോക്കാൻ പോയത്. ഈ സൗണ്ട് കേൾക്കാൻ എന്താണെന്ന് അറിയാൻ പോയതാ. അപ്പോഴത്തേക്കും കവുങ്ങ് മറിഞ്ഞു. അപ്പൊ എനിക്ക് മാറാൻ പിന്നെ കാലവിടെ പോയി ഇടിച്ചിട്ട് കണ്ടമാനം ബ്ലഡൊക്കെ പോയി, അകത്തുകൂടെ ഒക്കെ ബ്ലഡൊക്കെ പോയി. ഇന്നലെ കാല് വയ്യാത്തതാണ്. അപ്പോൾ ഈ കാലും വെച്ചിട്ടാണ് ചേട്ടൻ രാത്രി ഒച്ച കേട്ടിട്ട് വീടിന് പുറവശത്തേക്ക് പോയത്. അപ്പോൾ ആനനെ ചേട്ടൻ നേരിട്ട് കണ്ടോ? ആന ഓടി അടുത്ത് ചെറിയൊരു മിന്നായിട്ടേ കണ്ടുള്ളൂ. അപ്പോഴത്തേക്ക് ആന ഷീറ്റിന്റെ മുകളിൽ ലൈറ്റ് ഇട്ടോ ചേട്ടൻ പുറത്ത്? ലൈറ്റ് ഇട്ടിട്ട് പുറത്തിറങ്ങി. അപ്പൊ ചെറിയ മിന്നട്ട് ഷീറ്റിന്റെ മുകളിൽ ആന മറിച്ച് കഴിഞ്ഞപ്പോൾ ഷീറ്റും ഓടി പൊട്ടി ഒച്ച കേട്ടപ്പോൾ എന്റെ സൗണ്ടും കൂടി കേട്ടപ്പോൾ ഞാൻ അമ്മയെന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയത്. അപ്പോൾ ഈ ഒച്ച കേട്ടപ്പോൾ ആന ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോയി. പിന്നെ ഇപ്പോൾ 2:30 വരെ ഇവിടെ പറമ്പ് തന്നെ ഉണ്ടായിരുന്നു. താഴെ ഇറങ്ങിയിട്ട് അന്നേരം പോയേ. എന്നിട്ട് ആരെങ്കിലും ആ സമയത്ത് വിളിച്ചോ? അവർ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് പിന്നെ ആന അനങ്ങുന്നില്ല. പിന്നെ കുറെ അവരൊക്കെ വന്നു, ഇവിടെ ഏട്ടന്മാരൊക്കെ വന്ന് എല്ലാവരും വന്ന് ഒക്കെ നോക്കി. ഇനിയിപ്പോ രാത്രി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പൊട്ടി. പിന്നെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ പറ്റില്ല, വേഗം പേടിച്ചു പോയി. ഞാൻ ഇതായിട്ടേ ഫോറസ്റ്റുകാർ രാത്രി തന്നെ വിവരം അറിയിച്ചില്ല. അവർ വന്നില്ല. ഇവിടെ കാവലിട്ടുണ്ട് പോലും. അവർ ഇവിടെ വന്ന് വരവൊന്നുമില്ല. അവർ പള്ളിയിൽ കാവലുണ്ടെന്ന് പറഞ്ഞ്. ഇന്നലെ അവർ വിളിച്ചില്ല. പിന്നെ എന്താ പറയുക, ആന എങ്ങോട്ട് പോയെന്നുള്ള ലക്ഷ്യം കിട്ടുന്നില്ല ഞങ്ങൾക്ക് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലെ പിന്നെ പോസ്റ്റ് ഓഫീസിലെ നമ്പർ വാങ്ങിയിട്ട് അവിടെ വിളിച്ച് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആന താഴെ പോയിട്ട് എപ്പോൾ 2:30 കഴിഞ്ഞതിന് ശേഷം പോയതല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് തീരെ വയ്യാണ്ടായി. കാല് പൊട്ടി ചോരയൊക്കെ കണ്ടമാനം പോയിട്ട് ഇതിങ്ങനെ മുറിവുണ്ട്, ഇതിലൊക്കെ പൊട്ടിപ്പോയി. ഇതൊക്കെ ഇന്നലെ വീണിട്ടാണ്. ഇതിവിടെയും സോളറിന്റെ ഇവിടെയും പോയിട്ടുണ്ട്. തൊലിങ്ങനെ ഓട് വീണത്. അത് ഓട് പൊട്ടി വീണ, ഓട് മുകളിൽ നിന്ന് പൊട്ടി വീണ. പിന്നെ വാതിലിന്റെ അടുത്തുണ്ടായിരുന്നു. എനിക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചിടാവോ? ഓ, നമുക്കിനി ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകട്ടോ. ഈ വീടിന്റെ പുറവശത്താണ്, പുറവശ ഭാഗം ഓടാണ്. ഇത് ഈ ഓടൊക്കെ അതിനകത്ത് പൊട്ടി വീണേക്കുന്നതാണ്. അകത്തൊക്കെ ഉണ്ട് ഓടും പൊട്ടി. ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല. ഇതൊക്കെ എങ്ങനെ പൊട്ടി വീണല്ലേ? ഈ ഭാഗത്ത് ഓടാ പൊട്ടിയേ? ഈ ഭാഗത്ത് പൊട്ടി കിടപ്പുണ്ട് ഇപ്പോഴും. പൊട്ടിപ്പോയി. ഇത് മൊത്തം പൊട്ടിയായിരുന്നു. ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് മോൾ ഇവിടം വരെ പൊട്ടി പോയത്. അവര് പെട്ടെന്ന് മാറ്റി. ഫോറസ്റ്റുകാർ വന്ന് മാറ്റിയല്ലേ? എൻ്റെ ഇപ്പൊ അവര് വീട്ടിലേക്ക് വീണു എന്ന് പറയരുത്, കൃഷി നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ റിപ്പോർട്ട് കൊടുക്കണം എന്നാ ഇപ്പൊ പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറയുന്നത്? അതുവരെ വീട്ടിലേക്ക് വീണ് പറയേണ്ടതുണ്ട്. പിന്നെ അതല്ല, സ്ഥലത്തിനൊരു ചെറിയ വിഷയമുണ്ട്. വിഷയമല്ല, ഞങ്ങളുടെ കൂട്ടു സ്വത്താണ് ഇത് എല്ലാവരും. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഒപ്പിട്ട് കൊടുത്താൽ മതിയല്ലോ. അല്ല, സ്ഥലത്തിന് പട്ടയമുള്ളതല്ലേ? അതൊക്കെ ഉള്ളതാണ്, പട്ടയമുള്ള സ്ഥലം. പിന്നെ എന്തിനാ അവരങ്ങനെ പറയുന്നത്? അവരെന്താണെന്ന് അറിയില്ല. അവരങ്ങനെ അങ്ങനെ കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. കൃഷി പോയി എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇവിടെ കറക്റ്റ് സമയത്ത് വരാത്തോണ്ടായിരിക്കാം. അതായിരിക്കും. ഇത് ഞാൻ ഇവിടെയാണ്, ഈ വാതിലാണ് ഞാൻ തുറന്നത്. ഈ വാതില് തുറന്ന് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടുന്നാണ് ഓടും പൊട്ടി വീണിട്ട് ഈ ഓട് പൊട്ടി ചേട്ടന്റെ തലയിലോട്ട് തൊലി പോയി. അകത്തൊക്കെ വീണ് ചെരുപ്പിട്ടോളി, കുഴപ്പമില്ല. ഇതാണ്ടോ ഇവിടെയൊക്കെ ഓട് പൊട്ടി കിടക്കുന്ന കേട്ടോ. വെളിച്ചത്തിന്റെ ഒരു ചെറിയ കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ പൊട്ടിയല്ലേ? ഇതൊക്കെ മാറ്റിയ ഓടാണ് ഇത്. ഇതൊക്കെ പുതിയ ഓട്, പഴയ ഓട് കൊണ്ട് വെച്ചതാണ്. ഇപ്പൊ തൽക്കാലം താഴേക്ക് കാണുന്നത്. അവിടെ പൊട്ടിയിട്ടൊക്കെ ഇങ്ങോട്ട് വീണു. കുറെ പൊറുക്കി കളഞ്ഞു. ഓട് നിങ്ങളുടെ ഓട് തന്നെയാണ്? അത് അവര് കൊണ്ടുവന്നാണോ? അല്ല, നമ്മളോട് ഉണ്ടായിരുന്നല്ലേ? നമ്മളോട് തന്നെ. അവരൊന്നും കൊണ്ടിട്ടൊന്നുമില്ല. അവർ പറഞ്ഞിട്ടില്ല കൊണ്ടുവരാന്നോ അല്ലെങ്കിൽ എന്ത് പൈസ തരാന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഓടൊക്കെ തന്നെ എടുത്തു. ഞാൻ പറഞ്ഞതാ പൈസ കൊടുത്ത് വാങ്ങി ഓടാന്ന്. എന്തോ അവരൊന്നും പറഞ്ഞിട്ടില്ല. പൈസ കൊടുത്ത് വാങ്ങി ഓടാന്ന് പറഞ്ഞിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. പൈസ തരാന്നോ അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കാൻ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അത് വീട്ടിലേക്ക് വീണെന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത്, കൃഷി നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനാ പറഞ്ഞത്. ആ ഫോറസ്റ്റുകാർ പറഞ്ഞതാണ് അത്. ആക്കി തീർക്കാന്. അമ്മ ഇങ്ങനെ കിടക്കുന്നതായിരുന്നു. അമ്മ വയ്യാണ്ട് കിടക്കുന്ന ഒരു വർഷം തളർന്ന് കിടപ്പാണ്. ഇപ്പൊ കൊണ്ട് ഇരുത്തിയതാണ്. മൂത്രം ഒഴിപ്പിച്ച നേരത്ത് ബീച്ചറിയിലാണ് അമ്മേന്റെ എല്ലാം ചെയ്തു കൊടുക്കണം. ബീച്ചറിയിൽ കൊണ്ടുവരണം. ഈ വീട്ടിൽ രണ്ടുപേരും വയ്യാത്ത ആൾക്കാരാട്ടോ. അത് ആ വശം തളർന്നു പോയതാ. വലതുവശം സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി.
ഈ വീച്ചർ ഉണ്ട് ഇവിടെ, അതിനാണ് അമ്മേനെ കൊണ്ടു കിടക്കുന്നത്. വീൽ ചെയറിലല്ലേ? ആ, വീൽ ചെയർ കാണാം കേട്ടോ നമുക്കവിടെ. ഇത്രത്തോളം ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി കേട്ടോ. അവർക്കാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്. ഈ ചേട്ടനും ഇതേപോലെ തന്നെ വയ്യാണ്ട് പെൻഷൻ കിട്ടുന്നു, പെൻഷൻ കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഞങ്ങൾ രണ്ടുപേരും. ചേട്ടൻ്റെ കാലിന് എന്ത് പറ്റിയാ ശരിക്കും? കാലിന് ഒരു 20 വർഷം 25 വർഷമായി. മുളക് ഏണി ഒടിഞ്ഞിട്ട് വീട് നട്ടല് വെട്ടിപ്പോയി. പിന്നെ ഈ ഒരു വർഷം തളർന്നു പോയി. പറമ്പിൽ പണി എടുത്തോണ്ടിരുന്നപ്പോ തന്നെ നമുക്ക് കൂലിപ്പണിക്ക് നമ്മളെ പറമ്പിൽ തന്നെ പറിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അന്നേരം ഏണി ഒടിഞ്ഞ് വീണതാ താഴോട്ട്. നമ്മളിപ്പോൾ കണ്ടല്ലോ എന്താ ഇതേപോലെ ആയിട്ട് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഇതുണ്ടോ, ഓടൊക്കെ പൊട്ടി ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. ഓട് മാത്രം ഫോറസ്റ്റുകാർ വന്നിട്ട് ഓട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു നോട്ടത്തിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. നമുക്ക് ഏതായാലും ആ പറമ്പിൽ നിന്നുള്ളൊരു ഇതൊന്ന് കാണാം കേട്ടോ. അത് പൊട്ടി കൊടുക്കാതെ താഴെ കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നെ പൊട്ടി കിടപ്പുണ്ട്. ഇവിടെയുണ്ട്, അതാ അവിടെയൊക്കെ കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം. ഉണ്ടോ? അവര് മറ്റേ ചാനലുകാർ വന്നു പറഞ്ഞപ്പോൾ അവർ ചോദിക്കും അവരെപ്പോഴാണ് വന്നത്. വേഗം വന്ന് വെട്ടി മാറ്റി അവര്. അപ്പൊ കൃഷി നശിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാവൂന്ന് പറഞ്ഞപ്പോ എന്നോട് കവുങ്ങും വാഴയും പോയി പറഞ്ഞിട്ട് കൊടുക്കാവൂന്ന്. വീടിന്റെ പറഞ്ഞിട്ട് കൊടുക്കരുതെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മള് വീടിന്റെ പറഞ്ഞിട്ട് അപേക്ഷ കൊടുക്കുക. വീടും കവുങ്ങും കാപ്പിയൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം കളഞ്ഞിട്ടുണ്ട് നമ്മുടെ. ഏതോ കവുങ്ങ് വീണ കവുങ്ങ് കാണിച്ചോ? ആ കവുങ്ങ് വീണ് ഇവിടം വരത്തി ആ ഓട് പൊട്ടിയ മോള് വരെ. നമുക്കിവിടെ ഇവിടെ അടക്കയൊക്കെ ആ കവുങ്ങേന്നുള്ള അടക്കയാട്ടോ ഈ കാണുന്നത്. ഇവിടെ കിടക്കുന്നുണ്ടോ? ഇതേപോലെ ഈ പറമ്പിൽ നിന്നാണ് സംഭവം നടന്നേക്കുന്നത്. നമുക്ക് ഏതായാലും ആ പറമ്പിലോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെയാണ് സംഭവം ഉണ്ടായത്. ഇവിടെ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും കേട്ടോ. ഒരു മാറ്റിയാലും നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. മാറ്റിയ ഓടിൻ്റെ കളർ വ്യത്യാസം നമുക്ക് കാണാം. ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ വിള്ളൽ വന്നിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഉള്ളിൽ അത് കാണാനില്ല. ഇങ്ങനെ നീളത്തിന് ടൈല പൊട്ടിക്കിടപ്പുള്ളത് ആണല്ലേ? ഈ കവുങ്ങല്ലേ? ആ കവുങ്ങ് പോഷകരെണ്ണം മുറിച്ച് മാറ്റി അവർ ആ ഓട് മേഞ്ഞ അവർ തന്നെ. ഈ കവുങ്ങ് ആന മറിച്ചിട്ടാണ്. ആന ഭയങ്കര ശല്യമാണ്. നമ്മുടെ പുരയിൽ കഥ അനിയൻ്റെ പുരയിടത്ത് അമ്മ വൈകിട്ട് എടുക്കാടും. ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റത്തൊരു ഇതിലാണല്ലോ. പറയാൻ കഴിയുന്നില്ല. അമ്മ വൈകിട്ട് എടുക്കാടും. അല്ല, ഞങ്ങൾക്കിപ്പോൾ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ ഇവിടുന്ന് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റത്തൊരു ഇതിലാണല്ലോ, സിറ്റുവേഷനിലാണല്ലോ ഇപ്പോൾ. ചേട്ടൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ ന്യൂസിന്റെ ആൾക്കാർ വരുന്നതിന് മുന്നേ അവരെന്ത് ചെയ്തു? അവർ മൊത്തം ഇവിടുന്ന് ഇതൊക്കെ പെട്ടെന്ന് മാറ്റി ഓടൊക്കെ വെച്ചവർ പോയി. അവർ പറഞ്ഞെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ പിന്നെ ഇവിടുന്ന് എന്താ പറഞ്ഞത്? അവർ പറഞ്ഞെന്താണ്? അതെ അങ്ങനെ അപേക്ഷ കൊടുക്കണം എന്നാ പറഞ്ഞത്. കൃഷി നശിപ്പിച്ചുള്ള രീതിക്ക് അല്ലാണ്ട് വീട്ടിലേക്ക് വീണുന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വരുന്ന അവർ പറയണ്ടെന്നാണ്, റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഈ കവുങ്ങാട്ടോ കളഞ്ഞേക്കുന്നത് കണ്ടോ? ഈ പറമ്പിൽ 2-2:30 വരെ ആന ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് രാത്രി ഒരു 10-12 മണിയായപ്പോൾ വന്നതാണ്. ഇതിങ്ങനെ വീടിൻ്റെ നേരെയാണ് വീണത്. കവുങ്ങ് ഇങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടേക്കുന്നത് കേട്ടോ. ഇതൊറ്റ കവുങ്ങല്ലേ? ഇത് അല്ല ഒറ്റ കവുങ്ങല്ലേ? ഇത് രണ്ടും ഒറ്റ കവുങ്ങ് കേട്ടോ. ഇതാണ് ശരിക്കും കവുങ്ങിൻ്റെ വേര് വരുന്ന ഭാഗം. ഇവിടെയാണ് കവുങ്ങ് നിന്നത്. ഇതിലെ കവുങ്ങിൻ്റെ പകുതിക്ക് വെച്ചുള്ള കഷ്ണം കേട്ടോ. ഇത് രണ്ട് കവുങ്ങല്ല, ഒറ്റ കവുങ്ങ്. അപ്പോൾ നമുക്ക് ആ അളവ് മനസ്സിലാവുമല്ലോ. 2 കവുങ്ങല്ല, ഒറ്റ കവുങ്ങ്. അത് അവിടെ എത്തിയിട്ടുണ്ട് സംഭവം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതാ ഈ ഷീറ്റിൻ്റെ മുകളിലൊക്കെ അടയ്ക്ക കിടക്കുന്നത് കാണാം കേട്ടോ. ചേട്ടൻ വരുമോ? ഇതിലാ പോന്നേ? ഇവിടെ താഴെ പറമ്പിൻ്റെ വീടിൻ്റെ ഇതാണ്. ഇവിടെ താഴെയും ഇതേപോലെ കവുങ്ങ് കളഞ്ഞിട്ടുണ്ടെന്ന് കേട്ടോ പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്താ സ്ഥിതി എന്നുള്ളത്. അടുത്തത് പോയത് ഇതാണ്. കൊടി, കവുങ്ങ്, പ്ലാവ് എല്ലാം ഒട്ടിച്ച് താഴേക്കൊന്ന് നോക്കിയാൽ കാണാം. ഇതിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ കഴിഞ്ഞ മാസം വന്ന് മറച്ച് ചെയ്തൊക്കെ ഈ കഴിഞ്ഞ രാത്രി വന്നിട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്തത്. ഇത് റിലീസ് ചെയ്തതൊക്കെ കഴിഞ്ഞ മാസം ഇന്നലെ രാത്രി വന്നിട്ട് ചെയ്തതാണ്. ഇന്നലെ രാത്രി അല്ലേ? ഈ കഴിഞ്ഞ രാത്രി ചെയ്തതാണ്. കൊടി
ഇറങ്ങി പോയ വഴിയല്ലേ? ഇല്ല, ഇവിടുത്തെ ഒന്ന് കുറേ കളിച്ച് തിന്ന് പൊടിച്ച് കവുങ്ങ് മൊത്തം പൊട്ടിച്ചിട്ടേക്കോ അല്ലേ? പൊട്ടിച്ച് തിന്നാണ്. ഇത് പിന്നാൾ 2 മറിച്ചത് അത് അല്ലേ? ഇനി മാഷിന്റെ പറമ്പില് ഈ പറമ്പിലൊക്കെ കണ്ടവനം നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറെ കവുങ്ങ് എല്ലാവരെയും പോകുന്നുണ്ട്. ഇപ്പൊ ഈ വീട്ടിലേക്ക് മറിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്. കവുങ്ങും തെങ്ങും തീർത്തല്ലേ മൊത്തം? കവുങ്ങും തെങ്ങും ഒന്നും ബാക്കിയില്ലല്ലേ? എല്ലാം കളയുക, എല്ലാ പറമ്പിലും കയറിയിട്ട്. പേരെങ്ങനെയാ? എൻ്റെ പേര് ജയമണി. ഇവിടെ എങ്ങനെയാ ഇപ്പൊ സ്ഥിരം ഇങ്ങനെ ശല്യം തന്നെയല്ലേ? അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് വടക്കനാട് നിവാസികൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കറിയാം, ഐതിഹാസികമായിട്ടൊരു സമരമൊക്കെ നടത്തിയ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഈ വർഷം ഏകദേശം 5 ആനകളിലോട് സ്ഥിരമായിട്ട് പണയമ്പം, പള്ളിവയൽ, കരിപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ നിയോജകമണ്ഡലം MLA ഞങ്ങൾ കുറച്ച് പേര് ചെന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം DFO ഓഫീസിൽ ചെന്നിട്ട് DFOയുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ശാശ്വതമായൊരു പരിഹാരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അടിയന്തരമായിട്ട് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന പോക്കറ്റുകളിൽ അടിയന്തരമായി കാവലിടണമെന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾ സമർപ്പിക്കുകയും അത് MLA അടക്കം വന്ന് ഇവിടെ സ്പോട്ടുകൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. അതിൻ്റെ ഫലമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാവലിട്ടു എന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട പോക്കറ്റുകളിലല്ല ഈ കാവലിട്ടിരിക്കുന്നത്. ആന സ്ഥിരമായിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ സ്ഥിരമായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോക്കറ്റാണ് കിളറ്റിപ്പാറ എന്ന് പറയുന്ന ഈ കാണുന്ന പ്രദേശം. ഇതാണ് ഞങ്ങൾ ഒന്നാമത്തെ പോയിന്റായിട്ട് കൊടുത്തത്. അത് MLA അടക്കം വന്ന് ഡെപ്യൂട്ടി റേഞ്ചർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് സ്പോട്ടൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുത്താണ്. പക്ഷേ 2 കാവൽക്കാരെ അവരിട്ടിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് അവർ ഈ ഏരിയയിലല്ല ഉള്ളത്. അവർ കൃത്യമായിട്ട് ഇവിടെ ഈ കാളറ്റിപ്പാറ ലൊക്കേറ്റ് ചെയ്തിട്ട് കാവലിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് എങ്ങനെ പറയാന്നല്ലാതെ ഇതിന് യാതൊരു ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ എനിക്ക് ഒരു കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഞങ്ങളെ വോട്ട് സർക്കാരും ഗവൺമെൻറ്റിനൊക്കെ വേണം, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണം, ഞങ്ങളുടെ നികുതി പണം സർക്കാരിന് വേണം. പക്ഷേ ഇവിടുത്തെ കൃഷിക്കാരുടെ ജീവന സ്വത്തിന് യാതൊരു വിലയുമില്ല. അതാർക്കും യാതൊരു പ്രശ്നവുമില്ല. അതാണ് എനിക്ക് വളരെ ചുരുക്കത്തിൽ പറയാനുള്ള കാരണം പറഞ്ഞ് മടുത്ത് കഴിഞ്ഞു. ഇതും പുറത്തുപെട്ടാണ്. ഇതൊന്നും കയ്യേറിയില്ല, ആരും കയ്യേറിയില്ല. കയ്യേറാണ് പണ്ടേ കയ്യേറുമായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ആട്ടോ. നമ്മൾ ഇപ്പുറ പറമ്പിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് തന്നെ 2 അനുമായി. ഇന്നാളെ നമ്മളെ വീട്ടിൽ കവുങ്ങ് മറിച്ചതിൻ്റെ അടുത്തുനിന്ന് ഞാൻ അവിടെ ബേക്കിൽ ബാത്റൂമിൽ എണിച്ച് വരുമ്പോഴത്തേ പന്നി ഓടിച്ചിട്ട് ഞാൻ തെന്നി വീണ്. അന്നും കാലൊക്കെ പൊട്ടിക്കര ചോരയൊക്കെ പോയി. ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ രാത്രി 2ാമത്തെ അനുവാണ് ഇപ്പോൾ ഉണ്ടായത്. പുരയിലേക്കും വീണ്, ബാത്റൂമിന് മുകളിലൊക്കെ വീണ്, ഓട് പൊട്ടി. ബാത്റൂം പുറത്തല്ലേ? ആ, ബാത്റൂം രാത്രി ആവശ്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങണം. ഞങ്ങൾക്ക് അകത്ത് കക്കൂസില്ല. അതെ ഒക്കെ പുറത്ത് തന്നെ ഇറങ്ങണം. ധൈര്യത്തോടെ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഒന്നത് ഞാനൊന്ന് ഓടി കയറാൻ വയ്യാത്തൊരു മനുഷ്യനും കൂടിയാണ്. അമ്മയ്ക്കൊന്ന് ഒച്ചയെടുക്കാനോ സംസാരിക്കാനോ അമ്മേനും കൊണ്ട് കഴിയില്ല, തളർന്നു കിടക്കാണ്. എനിക്കൊരു ഒച്ച കേട്ടെന്ന് ഓടി കയറാനോ തട്ടിമുട്ടി വീണ്. ഇന്നലെ അതുകൊണ്ട് അവിടേക്ക് മുറിവ് വരാൻ കാരണം ഈ തോടേൻ്റെ അവിടെയും വന്നിട്ടുണ്ട്. ചെറിയ മുറിവ് വീണ് കഴിഞ്ഞപ്പോൾ ബ്ലഡൊക്കെ കണ്ടമാനം പോയി. ഞാൻ ആ ബ്ലഡൊക്കെ തുടച്ചു കളഞ്ഞ, തുടയ്ക്കാതെ ഇട്ടാൽ മതിയായിരുന്നു. കണ്ടമാനം ബ്ലഡൊക്കെ അകത്തു കൂടെ ഒക്കെ ഉണ്ടായിരുന്നേ. കാല് പൊട്ടി ചോര ഇങ്ങനെ ഒലിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ തുടച്ചു കളയുകയത് രാവിലെ. ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നതാണ്. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നൊന്നും ഒന്നും സഹായിക്കുന്നില്ല. ഇത് വീട് മറ്റേ ഇതിന്റെ കിട്ടിയാണ്, മറ്റേ ലൈഫ് മിഷൻ വീട് കിട്ടിയാണ്. പിന്നെ അടുത്തുള്ളവരും പെങ്ങന്മാരൊക്കെ ചെറിയ സഹായമൊക്കെ ചെയ്തിട്ടാണ് ആ വീട് അങ്ങനെ പണി. ലൈഫിൽ നിന്ന് കിട്ടിയ വീടല്ലേ? ലൈഫിൽ നിന്ന് കിട്ടിയാണ്. എന്നാലും സർക്കാർ അറിയാതെ എങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കില്ല. അപ്പോൾ സ്ഥലത്തിന് രേഖയില്ലാതെ ഏതായാലും സർക്കാർ അങ്ങനെ ഒരു വീട് വെച്ച് തരിക. 12 വർഷം വിറ്റ് പോകാൻ പാടില്ലെന്നൊരു മറ്റേ ഇത് ചെയ്തു, ആധാരം വരെ രേഖ കൊടുത്തു. എന്നാലും പട്ടയമുള്ള ഭൂമിയിൽ മാത്രമേ ലൈഫിന്റെ ആ ഒരു വീട് കൊടുക്കുള്ളൂ. അതന്നെ. പിന്നെ ഇപ്പം ഇത് കാട് കയ്യേറിയാന്നും പറഞ്ഞുകൊണ്ട് ആരും വന്നിട്ട് കാര്യമില്ല. ഇല്ലല്ലോ, സ്വന്തം പട്ടയുള്ള സ്ഥലം അത്. ഇതൊക്കെ നാടിനായിട്ട് ഇവിടെ ഒത്തിരി വീടുകളുള്ള, നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവിടെ എല്ലാ സ്ഥലങ്ങളുള്ള കാര്യം ശരിയാണ്. 4 സൈഡും ഫോറസ്റ്റ് ഉള്ള ഒരു പ്രദേശമാണ് വടക്കനാട് എന്ന് പറഞ്ഞാലും ഇഷ്ടം പോലെ വീടുകൾ. ഇവിടെ എത്ര ജനങ്ങൾ താമസിക്കുന്നുണ്ടാവും? വീടുകൾ തന്നെയുണ്ട്. 1200 വീടുകൾ, 3 വാർഡ് അല്ലേ? അതായത് ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ അല്ല, നൂൽപ്പുഴ പഞ്ചായത്തിലെ 3 വാർഡ് ഇവിടെ വരുന്നുണ്ടല്ലേ? 1200 വീടുകളെങ്കിലും ഉണ്ടെന്ന് പറയുന്നത്. അപ്പം കൂടുതലുണ്ടാവും. ഇഷ്ടംപോലെ വീടുകളുള്ള സ്ഥലമാണ്. എത്ര ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടാവും? 5000 പേരുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, ഇപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ട് ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരില്ല. കാരണം വെച്ചാൽ എവിടെ ആനയുള്ളത്, എന്താ മൃഗങ്ങൾ. ഇന്നിപ്പോ എന്തെങ്കിലും സഹായത്തിന് വിളിച്ചു കഴിഞ്ഞാല് രാത്രിയാണല്ലേ? ഒരു ആശുപത്രി കേസ് വന്നാലും അപ്പൊ അങ്ങോട്ട് വിളിക്കാൻ പോകാനും ബുദ്ധിമുട്ടാണ്.
ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഈ വഴിക്ക് ഇങ്ങനെയാണ് പറമ്പിൽ കൂടെ ഇറങ്ങി വന്ന ആന. ആ മുകളിൽ നിന്നാണ് ഇറങ്ങി വന്നത്. ഇവിടെയൊക്കെ നമുക്ക് കണ്ടോ ചവിട്ടി ഇറങ്ങി വന്ന പാടുകൾ കാണാം. ഇത് മറ്റേ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയാണോ? മുട്ടിക്കൊമ്പൻ ഇവിടെയല്ല ആണല്ലേ? അതായത് 5 ആനകളുണ്ട്. ആണല്ലേ? അതിൽ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു 1.5 മാസമായിട്ട് നമ്മുടെ കരിപ്പൂര് കേന്ദ്രീകരിച്ചിട്ടാണ് ആ ഭാഗത്തേക്കല്ലേ അതിൻ്റെ പ്രവർത്തനം. ഇങ്ങോട്ടേക്കില്ല. ഇങ്ങോട്ടേക്ക് ഒരു വലിയൊരു കൊമ്പനും ഒരു ചെറിയ കൊമ്പനുമാണ് ഇവിടെ. മൂലങ്കാവിലും വന്നെന്ന് പറയാറ്. മൂലങ്കാവിന് ഇതിന് മറ്റൊരു വശമാണ്. 10 നൂൽപ്പുഴ പഞ്ചായത്തിൻ്റെ നഗരസഭയുടെ മറ്റൊരു ഭാഗമാണ് ഈ മൂലങ്കാവ് എന്ന് പറയുന്നത്. അത് ഇതിനോട് തൊട്ട് കിടക്കുന്ന സ്ഥലമാണ്. ആണല്ലേ? 5 ആനകളാണല്ലേ സ്ഥിരമായിട്ട് വരുന്നത്? 5 ആനകളാണ്. അതായത് ഈ സ്ഥിരമായിട്ട് വരുന്ന ആനകൾ തന്നെയല്ലേ സ്ഥിരമായിട്ട് വരുന്നത്? സ്ഥിരമായിട്ട് 5 ആനകൾ തന്നെയാണ്. അതാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. എല്ലാ ആനകളും കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഒരു മുട്ടിക്കൊമ്പനല്ല. മുട്ടിക്കൊമ്പനുണ്ട്. മുട്ടിക്കൊമ്പൻ ഈ കരിപ്പൂര് വള്ളുവാടി കേന്ദ്രീകരിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ ഒരു 2 മാസമായിട്ട് നടക്കുന്നത്. ഇവിടെ ഒരു വലിയ കൊമ്പനും വേറെ ഒരു ആനയാണ് ഉള്ളത്. അതുപോലെ പണയംപോത്ത് വേറെ 2 ആനകളാണ്. ഇങ്ങനെ മൊത്തം 5 ആനകളാണ് ഇവിടെ സ്ഥിരമായിട്ട് 2-2.5 3 മാസമായിട്ട് സ്ഥിരമായിട്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാവർക്കും കൃത്യമായിട്ട്. ഒരു ദിവസം പോലും ഇറങ്ങാത്തില്ല അല്ലേ? ഒരു ദിവസം പോലും വടക്കനാട് ആന ഇറങ്ങാത്ത ഒരു ദിവസം ഇല്ല. അത് ഓരോ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ ലക്ഷങ്ങളുടെ നഷ്ടങ്ങളാണ്. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ഉണ്ടായിരുന്ന ഭാസ്കരൻ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം ഡെപ്യൂട്ടി റേഞ്ചറായിട്ട് പിരിഞ്ഞ ആളാണ്. അയാളുടെ പറമ്പിൽ 40ഓളം കവുങ്ങൾ അദ്ദേഹം കഴിഞ്ഞ മാസം മുറിച്ചു മാറ്റി. അതായത് ബാക്കി ഉണ്ടായിരുന്ന 10-200 കവുങ്ങുകൾ കളഞ്ഞു. ബാക്കി 40 കവുങ്ങുകളും കൂടി കളഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തായ അദ്ദേഹത്തിൻ്റെ ഇതേപോലെയുള്ള കാപ്പിത്തോട്ടങ്ങളിൽ ഇത് അടിച്ച് പൊളിക്കുകയാണ്. അതുകൊണ്ട് കവുങ്ങ് മൊത്തം കളഞ്ഞു. ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് പോയാൽ കാണാവുന്ന കാര്യങ്ങളാണ്. ഒരു 15 ദിവസമായിട്ട് ഈ ഏരിയയിൽ പ്രശ്നങ്ങൾ, ഇവിടെ ഈ ഞങ്ങളുടെ ഈ പറഞ്ഞ വെള്ളക്കെട്ട് കുന്നെന്ന് പറയുന്നതിൽ ഒരു 15 ദിവസമായിട്ട് പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. അതിന് മുമ്പ് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ വരവുണ്ട്, അതിന് കണക്കൊക്കെ എടുത്ത് പോകാറുണ്ട്. പക്ഷെ ഞാൻ നഷ്ടപരിഹാരത്തിനൊന്നും കൊടുക്കാറില്ല. കാരണം കൊടുത്താൽ എന്താ കിട്ടുന്നില്ലല്ലേ? പലർക്കും കിട്ടുന്നില്ല. 5-6 വർഷം. ഇപ്പം എൻ്റെ കൊല്ലം ഏകദേശം ഒരു 100ഓളം കാപ്പി, ഒരു 40 കവുങ്ങ്. 100 കാപ്പി പോയിട്ടുണ്ടോ? 40 കവുങ്ങ്, ഒരു 3 തെങ്ങ്. ഇത് കളഞ്ഞതാണ്. ഞാൻ അവരെ വിളിച്ചത് കാണിച്ചു കൊടുത്തതാണ്. എന്നോട് നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. കാരണം കൊടുത്താൽ കിട്ടുന്നത് എന്താ? ഒരു കവുങ്ങിന് 800 രൂപയോളം ഒരു വർഷം നമുക്ക് ആദായം കിട്ടും. അത് ഒരു 30 വർഷത്തോളം കിട്ടും. അപ്പോൾ ഒരു കവുങ്ങിന് നമുക്ക് കണക്ക് കൂട്ടാവുന്നത് 24,000 രൂപ ഒരു കവുങ്ങിന് കിട്ടും. പക്ഷെ അവർ തരുന്നത് എത്രയാ? 300 രൂപ 400 രൂപയാണ്. ഒരു വർഷത്തെ ആദായം പോലും തരുന്നില്ല. അതുകൊണ്ട് ഞാൻ നഷ്ടപരിഹാരത്തിന് പോകാറില്ല. അതിന് പോകുന്നതിന്റെ ചെലവും അക്ഷയയിൽ കൊടുക്കുന്ന ചെലവും എല്ലാം കൊടുക്കുന്നതാണ്. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 2 പ്രാവശ്യം കയറിയായിരുന്നു. അവിടെ തിരക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ ഏരിയക്ക് 2 പേരെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. വൈകുന്നേരം അവർ കൊണ്ടുവിടുകയും രാവിലെ അവരെ തിരിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിലുള്ള കാര്യമാണ്. പക്ഷേ ഈ 2 പേര് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പള്ളിവേൽ മൂല എന്ന് പറയുന്ന ഒരു കേന്ദ്രമാണ്. അവരിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ടൗണ് അല്ല, ഇവിടെ ടൗണൊന്നും ഇല്ല. ഇല്ല, അങ്ങേയറ്റം, ഈ പ്രദേശത്തിന്റെ അങ്ങേയറ്റം. അവർ ഞാൻ കണ്ടതാണ്. അവർ കൊണ്ടുവിടുകയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ 2 പേരെ കൊണ്ട് കാര്യമില്ല. ഈ ഏരിയക്ക് 2 പേര് പോരാ. അത് മാത്രമല്ല, അവർ ലൊക്കേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഇവിടെയാണ് വേണ്ടത്. ആന ഇറങ്ങുന്ന ഇവിടെയാണ്. അത് ഞങ്ങൾ കൃത്യമായി ബോധിപ്പിച്ചതാണ് അവരെ. ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഈ ഒരു വഴിക്കാട്ടോ. ഇവിടെ ഈ വയലൊക്കെ കടന്ന് അപ്പുറേന്നാണ് പറയുന്നത്. അപ്പുറത്ത് ഫോറസ്റ്റ് ആണ്. ഇപ്പോൾ ഇവിടുന്ന് കാണാം കേട്ടോ. ഇതേ ഈ ഒരു കാട് കണ്ടോ? അത് കടന്ന് ആ വയലിൽ കൂടെയാണ് ആന ഇങ്ങോട്ട് വരുന്നത്. ഇത് ആണ് ഇവരുടെ പറമ്പ്. ഈ ഒരു പോയിന്റിലാണ് സ്ഥിരമായിട്ട് ഇവർ ആന ഇറങ്ങുന്നതെന്ന് ഇപ്പോൾ ഇവർ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കാവൽ നിർത്താത്തതുകൊണ്ട് തന്നെയാണ് ആന ഈ ഒരു വഴി കൂടെയാണ് കൂടുതൽ ഇറങ്ങുന്നതെന്നാണ് ഇവർ പറയുന്നത്. പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ കവുങ്ങുണ്ടായിരുന്നു കേട്ടോ. ഒരു കവുങ്ങും ഇപ്പോൾ ഇവിടെ കാണാനില്ല. അങ്ങ് ദൂരെ കുറച്ച് കവുങ്ങുകളുണ്ട്. ഉള്ള കവുങ്ങൊക്കെ തീർന്നു. കണ്ടോ? ഇതൊക്കെ പല പല സമയങ്ങളിലായിട്ട് ഒടിച്ചു കളഞ്ഞ കവുങ്ങാണ്. 1-2 കവുങ്ങൊക്കെ പോകുമ്പോൾ ഇവിടെ ആരും ഇപ്പം മൈൻഡ് ചെയ്യത്തില്ലാത്ത അവസ്ഥയായി. കാരണം എന്നും ഇത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് ഇവരും മടുത്ത് തീർക്കുന്ന പോലെ തീർക്കട്ടെ എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ആൾക്കാർ ഇരിക്കുന്നത്. കണ്ടോ? കാപ്പിയൊക്കെ ഒടിച്ചിട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാം. എവിടെ നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും കാണാം കേട്ടോ ഇതേപോലത്തെ സാഹചര്യങ്ങൾ. മനുഷ്യന്മാർ വല്ല കാര്യം മൂല്യം കാണാണ്ട് വടിയെടുത്ത് അടി കൊടുക്കാൻ നോക്കും. ആരെയും പെല്ല് ചെയ്യാൻ പറ്റൂ? ഈ തോട്ടിൽ കയറി നമ്മളെ കാണും ആന. പക്ഷെ ആരെയും നമ്മൾ കാണില്ല. എവിടെയും മറുപടി കാണില്ല. ആന ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. വേറെ ഏത് മൃഗമാണെങ്കിലും എങ്ങനെയും ഓടിക്കാൻ ഓടി വരികയാണ്. അതെ. അതോ പറ്റേ നമ്മളെന്ത് ഒറ്റ നമ്മൾ ചപ്പ എന്തെങ്കിലും പഠിച്ചിട്ട് എറിയാണ് നമ്മളങ്ങോട്ട് പോകും. എല്ലാ വിളവും പഠിച്ച ആനകളല്ലേ? നമ്മളാ വേരിലൊക്കെ മുട്ടി അത് മുട്ടി മാഷിൻ്റെ അവിടെ
ഒന്നും വേണം, അത് തുമ്പിക്കൈ തൊട്ടാൽ പോരാ അല്ലേ നമ്മുടെയൊക്കെ പരിപാടി തീരും. ആ തുമ്പി കൊണ്ടൊന്ന് ഇതാക്കിയാൽ മതിയല്ലോ. ആന കയറിപ്പോയാൽ വഴിയാട്ടത്. ഇവിടെയൊക്കെ കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ കാണാം. ഈ തെങ്ങ്, ഈ പന കളഞ്ഞാ തെങ്ങ പന ഇത് എന്താ പനയൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ടോ. ഇതുപോലത്തെ കാഴ്ചകൾ ഇതിൻ്റെ അകത്ത് കാണാനുള്ളൂ കേട്ടോ. തെങ്ങ്, പന, കവുങ്ങ്. ഇപ്പോൾ റബ്ബറിൻ്റെ തൊലി വരെ കളയുന്നുണ്ട്. അതായത് ആന കളയാത്തൊരു സാധനമില്ല. ഇതൊക്കെ കവുങ്ങ് ഉണ്ടായിരുന്നതാ. കവുങ്ങിൻ്റെയൊക്കെ കുറ്റി എവിടെ നോക്കിയാലും കാണാം കേട്ടോ. ഇതൊക്കെ കവുങ്ങാണ്, എവിടെ നോക്കിയാലും കവുങ്ങ് കിടക്കുന്നതാണ്. ഇവിടെയും കവുങ്ങ് കളഞ്ഞിട്ടുണ്ടല്ലേ. ഇത് അല്ല, കാൽപ്പാട് ഉണ്ടോ? മുമ്പിലത്തെ കാലാണ്. ഈ തെങ്ങ് ഇല്ല മറിക്കാൻ നോക്കിയില്ലേ? ഈ തെങ്ങ് മറിക്കാൻ കുറേ പ്രാവശ്യം നോക്കി കിട്ടിയില്ലെന്ന് പറഞ്ഞു. വലിയ തെങ്ങല്ലേ. ഇതൊക്കെ ഇന്നലത്തെ അല്ലേ? ഇതുണ്ടോ? നമ്മളിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. ഇതെന്താ സംഭവം? എന്താ അത്? ഇത് വിറ്റ് കഴിഞ്ഞാൽ ഇത് പ്ലാവല്ലേ? ഇത് പ്ലാവാണ്. നല്ല ചക്ക ഉണ്ടാകുന്ന ഒന്നാന്തരം വരിക പ്ലാവാണ്. അപ്പോൾ ഞാൻ ഈ പറമ്പിൽ മറ്റു മരങ്ങളൊക്കെ വെട്ടി ഈ നല്ല മരങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കാരണം പ്ലാവാണല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ചക്ക ഉണ്ടാകുന്ന സമയത്ത് ആന വന്നിട്ട് എൻ്റെ ഈ കാപ്പികളൊക്കെ ഇങ്ങനെ കളയാണ്. ഇതിൻ്റെ ചുറ്റും നിന്ന് കുലുക്കി ചാടിക്കുക, അങ്ങനെ വട്ടം തിരിയുമ്പോൾ ഈ കാപ്പി മൊത്തം പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഏകദേശം വിറ്റ് കഴിഞ്ഞാൽ 5000 രൂപ വില കിട്ടുന്ന മരമാണ്. 5000 രൂപ കിട്ടും. പക്ഷേ ഇത് വെട്ടിച്ചാടിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കാപ്പി പോകും. അതുകൊണ്ട് ഈ ആന വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മരങ്ങളൊക്കെ ഉണക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തൊലി ചെത്തി വെച്ചിരിക്കുകയാണ്. തൊലി ചെത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ക്രമേണ മെല്ലെ മെല്ലെ ഉണങ്ങി ദ്രവിച്ച് അങ്ങോട്ട് താഴെ വീണു. അപ്പോൾ ആനയ്ക്ക് കിട്ടുകയില്ല, എൻ്റെ കാപ്പി പോവുകയില്ല. ഇതേപോലുള്ള എത്ര വർഷം പഴക്കമുള്ള പ്ലാവ്? ഇത് ഏകദേശം ഒരു 40 വർഷം പഴക്കമുള്ള പ്ലാവാണ്. 40 വർഷം പഴക്കമുള്ള ഒരു പ്ലാവ് ഒരു കർഷകൻ ചെയ്യുന്ന ആട്ടോ ഈ കാണുന്നത്. ഇതുപോലെ 30 പ്ലാവുകളാണ്. വേറെ നിവൃത്തിയില്ലാതെ വന്നിട്ട് ചെയ്യുന്നത്. ഇതുപോലെ 30 പ്ലാവ്. ഇതുപോലെ 30 പ്ലാവ്. അതാ ഇവിടേക്ക് ഉണ്ട്, തൊട്ടടുത്തതാ. നല്ല നല്ല വില മരങ്ങളുണ്ട്. കാപ്പിയെങ്കിലും രക്ഷിച്ചെടുക്കാം. ആകെ കാപ്പിക്ക് വിലയുള്ളൂ. കാപ്പി മാത്രമേ, അല്ല വില കൊണ്ടല്ല, ആന തിന്നാത്ത ഇപ്പൊ ഒരു സാധനം അതേ ഉള്ളൂ. മറ്റേ വാഴ, പ്ലാവ്, മറ്റു മരങ്ങൾ, കവുങ്ങൊക്കെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആകെയുള്ള ഒരു ആദായം കൂടി കളയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാവ് മൊത്തം കളയാം. ഞാൻ ഒരു വർഷം ഇതിന്റെ ഇടിച്ചക്ക എന്ന് പറയും. ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ കോട്ടയത്തേക്ക് ഇവിടുന്ന് കയറ്റി പോകുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു 10-22,000 രൂപയുടെ ഇടിച്ചക്ക വിൽക്കുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പൊ 2 വർഷമായിട്ട് ഞാൻ 2 വർഷമായിട്ട് ഞാൻ 1 രൂപയുടെ ചക്ക വിറ്റിട്ടില്ല. ചക്ക മാത്രം. പിന്നെ ഇവിടെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും നാട്ടുകാർക്ക്. ഒരു 2 മാസത്തോളം ഈ നാട്ടുകാർ ഈ പ്രദേശത്തുള്ള ഒരുപാട് എൻ്റെ അനുവാദം ഇല്ലാതെ ഇഷ്ടം പോലെ കൊണ്ടു. ഞാൻ അതിന് സമ്മതിക്കുന്ന ഒരാളാണ്. ആരെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ. പക്ഷെ അതെല്ലാം നിന്നു. ഇതുപോലെയുള്ള 30 പ്ലാവുകൾ ഇതാ ഇതിൻ്റെ ഒക്കെ കേട്ടോ. ഇഷ്ടം പോലെ ഇവിടെ കണ്ടോ ഉണങ്ങി നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ അതുപോലെ ഉണക്കിയതാണ്. അത് ഉണങ്ങാനായി, ഇത് ഉണങ്ങാനായി. ഇതെല്ലാം ഇഷ്ടംപോലെ പ്ലാവുള്ള പറമ്പായിരുന്നു കേട്ടോ. എല്ലാം ഇതുപോലെ ഉണക്കും കേട്ടോ. ഇതുണ്ട് എല്ലാ പ്ലാവ്. ഇതാ അടുത്ത പ്ലാവാണിത്. അതും ഇതേപോലെ തന്നെ ഇതാണ്. അതിൻ്റെ തൊലി ഉണക്കിയേക്കുന്നതാണ് ഈ കാണുന്നത്. കണക്കുവല്ലേ? ഇതെല്ലാം ഉണക്കുക. അതവിടെ ഈ പ്ലാവ് ഈ പറമ്പിൽ തന്നെ 15 അവിടെ ഒരു പ്ലാവ് ഇതേപോലെ ഉറക്കുന്നുണ്ട്. മൊത്തം 30 പ്ലാവ് ഇതുപോലെ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇപ്പം നമ്മൾ ഇവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. 2 പേർക്കും, ആ ചേട്ടനും അതെ ആ ചേട്ടൻ്റെ അമ്മയ്ക്കും അതെ, 2 പേർക്കും വയ്യാതിരിക്കുന്ന ആളാണ്. ഒരാൾ വികലാംഗനാണ്, ഒരാൾ ഒരു സൈഡ് തളർന്നു കിടക്കുന്ന ഒരമ്മയാണ്. ഇവർ 2 പേരാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ ആ വീട്ടിലേക്കാണ് ഈ കവുങ്ങ് ഒടിച്ച് ഇട്ടത് ആന രാത്രിക്ക് 12 മണിയായപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ആരും ഇല്ലാത്തൊരു സമയത്ത് ഇവർ 2 പേരും ഒറ്റയ്ക്കുള്ള സമയത്ത് ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടക്കുമ്പോൾ എന്തായിരിക്കും ഇത്തരം ഒരു സാഹചര്യമുള്ള ആൾക്കാരുടെ ഒരു സ്ഥിതി. നമുക്ക് തന്നെ 2 കൈയും കാലും നേരെ ഉള്ള ആൾക്കാർക്ക് കാല് വരച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാർ അതെങ്ങനെ ഫേസ് ചെയ്തു പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഏതായാലും അവരുടെ വീടിൻ്റെ പുറത്തേക്ക് ആന കവുങ്ങൊടിച്ചിട്ടു, ഓട് പൊട്ടി, അവരുടെ ബാത്റൂമിനൊക്കെ വിള്ളലുണ്ട്. അതുപോലെ തന്നെ ഓടുകളും കാര്യങ്ങളൊക്കെ പൊട്ടി ആ ചേട്ടൻ്റെ മേത്തേക്ക് ഓട് വീണ് പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഏതായാലും ജീവൻ
ഒന്നും പറ്റിയില്ല. അത് മാത്രം നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇഷ്ടംപോലെ ഇതുപോലത്തെ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് ജീവഹാനി വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഒക്കെ കേൾക്കുന്നുണ്ട്. ആനേനെയൊക്കെ അതുപോലെ ഇങ്ങനെ കയറൂഴി വിട്ട പോലെയാണ് ആനകൾ പറമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ കൃഷിയും ഇതുപോലെ സ്വത്തുക്കളൊക്കെ നശിപ്പിക്കുന്നത്. ഇത് മാത്രമേ നമുക്ക് ഈ ഒരു വടക്കനാട് വന്നു കഴിഞ്ഞാൽ കാണാനുള്ളൂ. ഏത് പറമ്പിൽ ചെന്നാലും ആന കയറി നശിപ്പിക്കാത്ത ഒരു പ്രദേശം പോലും ഇവിടെ ഇല്ല. ഇതിനോടകം തന്നെ ഇഷ്ടംപോലെ എപ്പിസോഡുകൾ നമ്മൾ ഈ വടക്കനാട് പ്രദേശത്തെ കേന്ദ്രീകരിച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ട് നമ്മൾ കണ്ടാണ് രാജു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പറമ്പ്. അതുപോലെ തന്നെ അതിന് മുന്നേ നമ്മൾ മനോജ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഗേറ്റും കാര്യങ്ങളും അതിന് വീണ്ടും മുറ്റത്ത് ഒക്കെ കയറി എന്ന ഇതൊക്കെ നമ്മൾ കണ്ടാണ്. ഇതുപോലെ സ്ഥിരമായിട്ട് ആനകൾ ഇതിലേ ഇറങ്ങുകയാണ്. എത്ര ഇവർ പറഞ്ഞിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് തന്നെ ഇവർ തന്നെ പറഞ്ഞ് മടുത്തു. ഇവർ തന്നെ പറയാം പറഞ്ഞിട്ടും ഒരു ഭാരവും ഇല്ല എന്നുള്ളതാണ് അവരും പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. എന്താണ് ഇവർക്കൊക്കെ ഇതിനൊരു പരിഹാരം കാണാൻ എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എല്ലാം പട്ടയമുള്ള സ്ഥലമാണ്, സർക്കാരിലേക്ക് നികുതി അടയ്ക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഞാൻ ആദ്യം വരുമ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അതായത് ഈ സ്ഥലത്തിന് പട്ടയമുണ്ടോ എന്നുള്ളത്. കാരണം പട്ടയമില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വന്യമൃഗശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കാര്യമില്ല. പട്ടയമുള്ള ഒരു സ്ഥലത്ത് നികുതി സർക്കാരിലേക്ക് അടയ്ക്കുന്ന ഒരു പറമ്പിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അവിടുത്തെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം. ഏതായാലും ഈ ഒരു ദാരുണമായൊരു സാഹചര്യം കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.